ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ പരീക്ഷ തിരുവനന്തപുരത്ത് ചോദിച്ചൊരു ചോദ്യമാണ്. സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതെല്ലാം? അപ്പോൾ 4 സ്റ്റേറ്റ്മെൻറ്റും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ്. ഡി ഏതൊക്കെയാണ്? ഇത് രൂപീകരിച്ചത് 1953 ഫസൽ അലി, എച്ച്.എൻ. കുൻസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു. ഈ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. അപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ശരിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു ഫസൽ അലി കമ്മീഷൻ കൊണ്ട് തീരുന്നതോ അല്ലെങ്കിൽ ഇതുകൊണ്ട് തുടങ്ങുന്നതോ അല്ല ഈ പറഞ്ഞ സംസ്ഥാന പുനഃസംഘടന എന്ന് പറയുന്നത്. അതിൻ്റെ ചരിത്രം എന്ന് പറയുമ്പോൾ മിനിമം നമ്മളൊരു 1920 മുതൽ ഇങ്ങോട്ടേക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, 1920 മുതൽ ഇങ്ങോട്ട് പഠിച്ച് വരുമ്പോഴാണ് അവസാനം നമ്മൾ ഈ ഫസൽ അലി കമ്മീഷനിലെത്തി നിൽക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ടുള്ള കുറച്ച് ഫാക്റ്റുകൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്റ്റുകളും കൂടി നിങ്ങൾ ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് പഠിച്ചു പോകുന്നത് നന്നായി. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ അല്ലെങ്കിൽ സംസ്ഥാന പുനഃസംഘടന. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് 1920 നാഗ്പൂർ സമ്മേളനം. അപ്പോൾ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏതെന്ന് PSC ഇതിനു മുൻപ് ചോദിച്ചിട്ടുണ്ട്. 1920 നാഗ്പൂർ സമ്മേളനമാണ്. ഇനി ഈ നാഗ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു? നാഗ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അത് വിജയ രാഘവാചാര്യർ. ആചാരി എന്നല്ല, ആചാര്യർ, വിജയ രാഘവാചാര്യർ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് കണക്ട് ചെയ്യാനായിട്ട് ഈ പറയുന്ന ഒരു നാഗ്പൂർ, ഇതിനകത്ത് നമുക്ക് ഈ നാഗ് എന്നുള്ളത്, നാഗം എന്നുള്ള കാര്യം എടുക്കാം. പിന്നെ ഈ വിജയരാഘവൻ എന്നുള്ള പേരെടുക്കാം. അപ്പോൾ വിജയരാഘവൻ എന്ന് പറയുന്ന ആൾ ഒരു 19-20 വയസ്സ് മുതലേ ഇപ്പോൾ വിജയരാഘവാചാര്യർ അല്ലെങ്കിൽ വിജയരാഘവൻ എന്ന് പഠിച്ചാലും മതി. വിജയരാഘവൻ ഒരു 19-20 വയസ്സ് മുതലേ നാഗമായി തുടങ്ങിയത്, അതായത് പാമ്പായി തുടങ്ങിയതാണ് എന്ന് പഠിച്ചാൽ മതി. അപ്പോൾ വിജയരാഘവൻ എന്ന് പറയുന്ന ആളെന്താണ്? ഒരു 19-20 വയസ്സ് മുതലേ നാഗമായി തുടങ്ങിയതാണ് എന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നാഗം എന്നുള്ളത് നമുക്കറിയാമല്ലോ, പാമ്പാവുക എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ 1920 നാഗ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരാണ്? വിജയരാഘവാചാര്യർ. ഓക്കെ, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് 1920 നാഗ്പൂർ സമ്മേളനമെന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ലിംഗ്വിസ്റ്റിക് പ്രൊവിഷൻ കമ്മീഷൻ PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇത് വളരെ ബേസായിട്ടൊരു പോയിൻ്റാണ്, ബേസായിട്ടൊരു ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യ ലിംഗ്വിസ്റ്റിക് പ്രൊവിഷൻസ് കമ്മീഷൻ ആരായിരുന്നു? കമ്മീഷൻ്റെ തലവൻ SK ധർ ആയിരുന്നു. അപ്പോൾ SK ധർ കമ്മീഷനാണ് ആദ്യത്തെ കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ കമ്മീഷൻ രൂപീകരിച്ചത് 1948 അതായത് നമ്മുടെ സ്വാതന്ത്ര്യം കഴിഞ്ഞ് തൊട്ടടുത്ത വർഷമാണ് ഇത് രൂപീകരിച്ചെന്ന് പഠിച്ചാൽ മതി. അതായത് 1948 ഈ കമ്മീഷൻ രൂപീകരിച്ചത്. അപ്പോൾ 48 എന്ന് മാത്രമേ PSC ചോദിക്കാറുള്ളൂ. പക്ഷേ എന്ത് ചെയ്യാം, ഇൻ കേസ് ഇപ്പോൾ പല ചോദ്യങ്ങളിലും ഈ ഡേറ്റുകൾ കയറി വരുന്നുണ്ട്, നിങ്ങൾ അതും കൂടെ പഠിച്ചു വെച്ചേക്കുക. അതായത് കമ്മിറ്റിയെ നിയോഗിച്ചതാരാണ് എന്നുള്ള പോയിൻ്റ് കൂടെ, കമ്മിറ്റിയെ നിയോഗിച്ചതാരാണ്, കമ്മിറ്റി നിയോഗിച്ച വർഷം, തീയതി ഏതാണെന്ന് കൂടി നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. കമ്മിറ്റിയെ നിയോഗിച്ചത് നമ്മുടെ രാജേന്ദ്ര പ്രസാദാണ് കമ്മിറ്റിയെ നിയോഗിച്ചത്. കമ്മിറ്റി നിലവിൽ വന്നത് അല്ലെങ്കിൽ കമ്മിറ്റിയെ നിയോഗിച്ച വർഷം ചോദിച്ചാൽ 1948 ജൂൺ 17. ഓക്കെ, 1948 ജൂൺ 17. 1948 ജൂൺ 17. ആ ഡേറ്റ് നന്നായിട്ട് ഓർത്ത് വെച്ചേക്കുക. ഈ ഡേറ്റ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. എന്താ, ഈ ജൂൺ എന്ന് പറയുന്നത് എത്രാമത്തെ മാസമാണ്? ജൂൺ എന്ന് പറയുന്നത് എത്രാമത്തെ മാസമാണ്? ജൂൺ എന്ന് പറയുന്നത് 6ാമത്തെ മാസമല്ലേ? ഈ 1948 നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഓപ്ഷനിൽ കിടക്കുന്നത് ജൂൺ എത്രയാണ്? ജൂൺ 17. അപ്പോൾ ഇത് കിട്ടാനായിട്ട് ഈ ജൂൺ എന്ന് പറയുന്നത് 6ാമത്തെ മാസമാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ 6ൻ്റെ കൂടെ
1 കൂട്ടിയാൽ എത്ര കിട്ടും? 7 കിട്ടത്തില്ലേ? അത് നിരത്തി പിടിച്ചെഴുതിയാൽ മതി. 617 എന്നങ്ങ് എഴുതുക. ഈ 6നെ നിങ്ങൾ മാസം ഏതാണ്? ജൂൺ മാസം എന്നുള്ളതുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. ഈ 6നെ നിങ്ങൾ ജൂൺ മാസമായിട്ട് കണക്ട് ചെയ്താൽ മതി. ജൂൺ മാസം 17-ാം തീയതി. സിമ്പിളായിട്ട് നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് കിട്ടും. ഓപ്ഷനിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, കാണാതെ പഠിച്ചുകൊണ്ട് പോകണമൊന്നുമില്ല. ഇതിപ്പോൾ നിങ്ങളുടെ മൈൻഡിലുണ്ടല്ലോ ഈ ഒരു സാധനം, അതായത് 6, 1, 7 ഇങ്ങനെ വെച്ചുകൊണ്ട് പോയാൽ മതി. അപ്പം നിങ്ങൾക്ക് ഓപ്ഷനിൽ വരുമ്പോഴത്തേന് ജൂൺ, ജൂലൈ എന്നൊക്കെ വരും. ഇപ്പം ജൂലൈ നിങ്ങൾക്ക് 7-ാമത്തെ മാസമല്ലേ. അപ്പം 717 എന്നല്ല ഞാൻ പഠിച്ചത്, 6, 1, 7, 617 എന്നാണ് പഠിച്ചത്. അപ്പോൾ 6 എന്താണ്? ജൂണാണ്. 1948 എന്ന വർഷം എനിക്കറിയാം. അപ്പം ബാക്കി ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഈ കമ്മീഷൻ്റെ തലവൻ ആരെന്ന് നമ്മൾ പറഞ്ഞേ? കമ്മീഷൻ്റെ തലവൻ SK ഥറാണ്. SK ഥർ അദ്ദേഹം അലഹബാദ് ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ജഡ്ജിയാണ്. അദ്ദേഹം അലഹബാദ് ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ജഡ്ജിയാണ്. ഈ കമ്മീഷനിലെ മറ്റ് അംഗങ്ങളാണ് ജഗത് നരൈൻ ലാലും പന്ന ലാലും. ഓക്കെ, ഇപ്പോൾ പന്ന നരൈൻ എന്നങ്ങനെ പഠിച്ചാൽ മതി. പന്ന നരൈൻ എന്നങ്ങ് പഠിച്ചാൽ മതി. പന്ന നരൈനാണ് മറ്റുള്ള 2 പേര്. അപ്പോൾ 2-നകത്ത് ലാലുണ്ട് കണക്ഷനായിട്ട്. ജഗത് നരൈൻ ലാലും പന്നാലാലും പിന്നെ SK ഥറും ചേരുന്നതാണ് ഈ പറയുന്ന ആദ്യത്തെ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസ് കമ്മീഷനിലെ അംഗങ്ങളിൽ പെടാത്തത് എന്ന രീതിയിൽ PSCക്ക് ഒരു ചോദ്യം ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടേണ്ടത്? SK ഥർ നിങ്ങൾക്കറിയാം. പിന്നെന്താ? 2 ലാലുമാർ. ഈ ലാലുമാരിലായിരിക്കും ഇവരിട്ട് പണിയിരുന്നത്. കാര്യം നമ്മൾ ഈസി ആയിട്ട് ഓർക്കാൻ വേണ്ടി ലാലെന്ന് ഓർത്തുകൊണ്ട് പോകും. അപ്പോൾ ലാലെന്ന് ഓർത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ലാലും കൂടി ഇട്ടാൽ നമുക്ക് എന്ത് ചെയ്യും? കൺഫ്യൂസിങ് ആവും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പന്ന നരൈൻ എന്നും കൂടെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ പന്ന നരൈൻ എന്ന് പറഞ്ഞാൽ നരൈൻ ലാലും പന്ന ലാലും. ഓക്കെ, പന്ന നരൈൻ ആരുടെ കമ്മിറ്റിയിലായിരുന്നു? ഥറിൻ്റെ കമ്മിറ്റിയിലായിരുന്നു. ഡേറ്റ് പഠിക്കാൻ ഞാൻ എന്താ പറഞ്ഞു തന്നെ? 1948 എന്ന വർഷം പഠിക്കുന്നു. ആ വർഷത്തിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? 6ഉം 1ഉം 7 എന്നൊരു കണക്കൂടെ പഠിച്ചു വയ്ക്കുക. 6ഉം 1ഉം 7 കൂടി പഠിച്ചു വെച്ചിരുന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 617, അതായത് ജൂൺ 17 ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ആദ്യ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസ് കമ്മീഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ പറയുന്നത് നിയോഗിച്ചത് ആരാണെന്നാണ് പറഞ്ഞത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് നിയോഗിച്ചത്. ഭാഷയെ ആശ്രയിച്ചുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, അതായത് ഓപ്ഷനകത്ത് ഷുവറായിട്ടും ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ചോദ്യമാണെങ്കിൽ PSC ഇങ്ങനെ ചോദിക്കും. ഈ കമ്മീഷനെ നിയോഗിച്ചത് 1948 ശരിയാണോ അല്ലേ? ഒന്നാമത്തെ ഓപ്ഷൻ 48 പറയും. ഈ കമ്മിറ്റിയിലെ ഒരു അംഗമായിരുന്നു പന്നാലാൽ. മൂന്നാമത്തെ ഓപ്ഷൻ ആയിരിക്കും ഇങ്ങനെ ചോദിക്കുന്നത്. ഭാഷയെ ആശ്രയിച്ചുള്ള സംസ്ഥാന പുനഃസംഘടന ഈ കമ്മിറ്റി അല്ലെങ്കിൽ ഈ കമ്മീഷൻ എന്ത് ചെയ്തു? പിന്തുണച്ചു. ശരിയാണോ അല്ലേ? ഈ 3 ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ആ ഓപ്ഷനകത്ത് 1, 2, 3 ശരിയാണ് എന്ന് ഉറപ്പായിട്ടും കാണും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഈ ഭാഷയെ അടിസ്ഥാനമാക്കി ചെയ്യാനായിട്ട് ആദ്യമായിട്ട് തീരുമാനിച്ച കമ്മിറ്റിയാണല്ലോ SK ഥർ. അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു കമ്മിറ്റി ഇത് അംഗീകരിച്ച് കാണും, അല്ലെങ്കിൽ ഈ ഒരു ആവശ്യത്തിനെ അവർ പിന്തുണച്ച് കാണും നമ്മൾ വിചാരിക്കും. പക്ഷേ വിചാരിക്കരുത്. അവർ പറഞ്ഞ റിപ്പോർട്ട് എന്താണ്? ഭാഷയെ ആശ്രയിച്ചുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന ദേശീയ ഐക്യത്തെ ബാധിക്കും. എന്താണ്? ദേശീയ ഐക്യത്തെ ബാധിക്കും എന്ന കാരണത്താൽ കമ്മീഷൻ ഈ ഒരു ആവശ്യം അല്ലെങ്കിൽ ഈ ഒരു ഒരു ലക്ഷ്യം അവർ നിരസിച്ചു. കമ്മീഷൻ ഇത് നിരസിച്ചു. അതിനുശേഷം 48 ഡിസംബർ 10 എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. SK ഥർ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 48 48 തന്നെയാണ്. ആ ഡേറ്റ് കൂടെ പഠിച്ചോ. ഡിസംബർ 10 ഇത് സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ ഒന്നുകൂടെ ഓർത്തെ, ഈ SK ഥർ എന്ന് പറയുന്ന കമ്മീഷൻ ഏത് വർഷമാണ്? 1948. അതാണ് PSCയുടെ ബേസ് ചോദ്യം. ആ ബേസ് ചോദ്യത്തിന് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഡേറ്റ് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? 1948 6ഉം 1ഉം 7, അതായത് ജൂൺ 17 നിങ്ങൾക്ക് അവിടെ കിട്ടും. ഇനി ആരാണ് ഈ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇനി കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? പന്ന നരൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ പന്നാലാലും നരൈൻ ലാലും. ഓക്കെ, ഈ പറയുന്ന നമ്മുടെ ഥർ എന്ന് പറയുന്ന വ്യക്തി ഏത് കോടതിയിലെ ജഡ്ജി ആയിരുന്നു എന്ന് ചോദിക്കാൻ വേണമെങ്കിൽ ഏത് കോടതിയിലെ ആയിരുന്നു? അലഹബാദ് കോടതി. ഓക്കെ, ആ പോയിന്റ് കിട്ടി. ഈ കമ്മീഷൻ ഈ പറയുന്ന ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന
പുനഃസംഘടനയെ അംഗീകരിച്ചു അല്ലെങ്കിൽ ഇതിനെ പിന്തുണച്ചു എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അല്ല. കാര്യം എന്താ? ഇത് ദേശീയ ഐക്യത്തെ ബാധിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ഈ കമ്മീഷൻ ഇതിനെ നിരസിക്കുന്നു. അവസാനം 1948 തന്നെ ഡിസംബർ 10 ഇതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഒരു കഥ പോലെ ഇങ്ങനെ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിനെ കണക്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഥർ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് ശരിയാണോ? അപ്പോൾ ആ റിപ്പോർട്ട് അനുസരിച്ച് ഈ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടന നടക്കില്ലേ? ഇനി എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി മറ്റൊരു കമ്മിറ്റി JVP കമ്മിറ്റിയെ നിയോഗിക്കുന്നു. ഈ JVP കമ്മിറ്റിയെ നിയോഗിക്കുന്നത് 1948 തന്നെ 1948 തന്നെ ഈ ഡിസംബർ 10 റിപ്പോർട്ട് കിട്ടി. ചടപടയെന്ന് അടുത്ത കമ്മിറ്റി ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. JVP. അത് 3 വ്യക്തികളുടെ പേരിൻ്റെ ആദ്യാക്ഷരമാണെന്ന് നിങ്ങൾക്കറിയാം. അതിൽ J എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു, V എന്ന് പറയുന്നത് വല്ലഭായ് പട്ടേൽ, P എന്ന് പറയുന്നത് പട്ടാഭി സീതാരാമയ്യ. ആരൊക്കെയാണ്? നെഹ്റു, പട്ടേൽ, സീതാരാമയ്യ. നെഹ്റു, പട്ടേൽ, സീതാരാമയ്യ അവരുടെ ആദ്യത്തെ അക്ഷരം എടുത്തിട്ടാണ് JVP കമ്മിറ്റി എന്ന കമ്മിറ്റി രൂപീകരിക്കുന്നത്. അപ്പോൾ ഇവർ 3 പേരും ഈ കമ്മിറ്റിയിൽ അംഗമാണ്. ഇനി PSC ചോദിക്കാം, JVP കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി ആരാണെന്ന് ചോദിക്കാം. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുമല്ലോ. ആരൊക്കെയാണ്? നമ്മുടെ പട്ടേൽ അണ്ണൻ ഉണ്ടായിരുന്നു, അതുപോലെ നെഹ്റു ഉണ്ടായിരുന്നു, സീതാരാമയ്യ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും 3 പേരുണ്ടായിരുന്നു. അതിൽ ഉൾപ്പെടാത്ത ഒരാളെ കണ്ടുപിടിക്കാൻ പാടൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെ ഥർ കമ്മീഷനിലെ 3 പേരെയും നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഇനി ഈ കമ്മിറ്റിയെ നിയോഗിച്ചത് ആ മാസാവസാനമാണ്. കമ്മിറ്റിയെ നിയോഗിക്കുന്നത് 29-ാം തീയതി. നിങ്ങൾ ഇനിയിപ്പം 1948, 29, 1948, 29 പഠിക്കണ്ട. കാര്യം SK ഥർ കമ്മിറ്റിയെ നിയോഗിച്ചത് 1948-ലാണ്. 1948 ജൂൺ 17 അവർ നിയോഗിച്ചു. അവർ ഡിസംബർ 10 റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ റിപ്പോർട്ടിനെ ശരിയാണോ അല്ലെങ്കിൽ ഇവരുടെ നിഗമനങ്ങളെല്ലാം ശരിയാണോ എന്ന് പഠിക്കാൻ വേണ്ടി ഡിസംബർ 29, അതായത് ഡിസംബർ ആ വർഷാവസാനത്തിന് 2 ദിവസം മുമ്പ് എന്ത് ചെയ്തു? പുതിയൊരു കമ്മിറ്റിയായ JVP കമ്മിറ്റിയെ നിയോഗിക്കുന്നു. ഈ കമ്മിറ്റിയും എന്തിനെ പിന്തുണച്ചു? എന്തിനെയാണ് ഈ കമ്മിറ്റി പിന്തുണച്ചത്? ഥർ കമ്മീഷൻ്റെ റിപ്പോർട്ടിനെ പിന്തുണച്ചു. അല്ലാതെ ഈ പറയുന്ന ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയെ ഇവരെന്ത് ചെയ്യുന്നില്ല? സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ PSC ഉറപ്പായിട്ടും വേണമെങ്കിൽ നിങ്ങളുടെ കൺഫ്യൂസിങ് അടിപ്പിക്കാനായിട്ട് ഉറപ്പായിട്ടും ഈ ചോദ്യങ്ങൾ ചോദിക്കാം. അതായത് JVP കമ്മിറ്റിയും ഥർ കമ്മിറ്റിയും ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയെ സപ്പോർട്ട് ചെയ്തു എന്ന് ഒരു ഓപ്ഷനകത്ത് ഉറപ്പായിട്ടും ചോദിക്കാൻ നല്ലൊരു ചോദ്യമാണ്. അങ്ങനെ ചോദിച്ചാൽ സപ്പോർട്ട് ചെയ്തില്ല എന്ന് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. ഇനി 1950-കളിൽ നമ്മുടെ ഇന്ത്യൻ യൂണിയൻ്റെ സംസ്ഥാനങ്ങളെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 4ആയിട്ട് തരംതിരിച്ചതിൽ ഒന്ന് ഈ ഗവർണറുടെ പ്രവിശ്യകളിൽ ഉൾപ്പെടുന്ന, അതായത് പഴയ സംസ്ഥാനങ്ങളിലേക്കാണ് നമ്മൾ ഈ വരുന്നത്. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഉള്ള സംസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ആശയം പണ്ട്, അതായത് ഈ പറയുന്ന ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ പറയുന്ന അവർ ചെയ്തൊരു മറ്റൊരു മാർഗമാണ് ഇതിനെ ഒരു 4 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചു. ഒന്ന്, ഗവർണറുടെ പ്രവിശ്യകൾ ഉൾപ്പെടുന്നത്. അപ്പോൾ ഈ ഗവർണറുടെ പ്രവിശ്യകൾ ഉൾപ്പെടുന്നതിനകത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഗവർണറും സംസ്ഥാന നിയമസഭയുമാണ് ഈ സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്നത്. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഗവർണർമാരും സംസ്ഥാന നിയമസഭയുമാണ് ഈ സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്നത്. ഏത് സംസ്ഥാനങ്ങൾ? പാർട്ട് എ സംസ്ഥാനങ്ങളായ ഗവർണറുടെ പ്രവിശ്യകളിൽ ഉൾപ്പെടുന്നു എന്നത് പഠിച്ചു വെച്ചേക്കുക. അതിൽ 9 സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു എന്നും പഠിച്ചു വെച്ചേക്കുക. ഇനി സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്ന് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല, സമയമുണ്ടെങ്കിൽ നോക്കി വെച്ചേ. അതിലേതൊക്കെയാണ്? ബോംബെ, മദ്രാസ്, അസം, ബീഹാർ, മധ്യപ്രദേശ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, അതായത് മുമ്പ് യുണൈറ്റഡ് പ്രൊവിൻസ് ആയിരുന്ന ഉത്തർപ്രദേശ്, ഒറീസ, പശ്ചിമ ബംഗാൾ. ഇതൊക്കെയാണ് പഴയ ഈ പറയുന്ന A കാറ്റഗറിയിലുള്ള സംസ്ഥാനങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ പഠിക്കേണ്ടതൊന്നും PSC അങ്ങനെയൊന്നും ഡീപ്പായിട്ട് ചോദിക്കാൻ സാധ്യതയില്ല. വേണമെങ്കിൽ ഒന്ന് നോക്കി വെച്ചേക്കുക, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഈ A കാറ്റഗറി തന്നെ ചോദിക്കണമെന്നില്ല. A കാറ്റഗറിക്കകത്ത് എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം ഉണ്ട്. ഇതിനകത്ത് ഒരു ഗവർണറും അതുപോലെ തന്നെ ഒരു നിയമസഭയുമാണ് സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്നതെന്ന് മാത്രം ഓർത്തു വെച്ചേക്കുക.
ഇനി പാർട്ട് ബിയിലോട്ട് പോയാലും പാർട്ട് ബിയിലും എത്ര എണ്ണം തന്നെയുണ്ട്? പാർട്ട് ബിയിലും 9 എണ്ണം തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഇത് ഓർത്തിരിക്കാൻ പാടില്ല. പാർട്ട് എയിലും ബിയിലും എന്താണ് 9 സംസ്ഥാനങ്ങൾ വീതമുണ്ട്. അപ്പോൾ തന്നെ 18 എണ്ണമായി. ഓക്കെ, അതായത് സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണ സഭകളുള്ള പഴയ നാട്ടുരാജ്യങ്ങൾ എത്ര? 9 പഴയ നാട്ടുരാജ്യങ്ങൾ. 9 പഴയ നാട്ടുരാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാർട്ട് എന്ന് പറയുന്നത് പാർട്ട് ബി ആണ്. ഇവ മുൻ നാട്ടുരാജ്യങ്ങളോ നാട്ടുരാജ്യങ്ങളുടെ ഗ്രൂപ്പുകളോ ആയിരുന്നു. ഈ സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്നത് ഒരു രാജപ്രമുഖായിരുന്നു. രാജപ്രമുഖായിരുന്നു ഈ സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്നത്. ഒരു ഘടക സംസ്ഥാനത്തിൻ്റെയും തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയുടെയും ഭരണാധികാരിയാണ് രാജപ്രമുഖെന്ന് ഓർത്തു വച്ചേക്കുക. ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഈ രാജപ്രമുഖനെ നിയോഗിച്ചതെന്നും പഠിച്ചു വച്ചേക്കുക. അപ്പോൾ ഇതാണ് പാർട്ട് ബി എന്ന് പറയുന്നത്. പാർട്ട് ബി എന്ന് പറയുന്നത് നാട്ടുരാജ്യങ്ങൾ ഉൾപ്പെടുന്നു. പാർട്ട് എ എന്ന് പറയുന്നത് ഗവർണറുടെ കേസിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഈ രണ്ടും നിങ്ങൾ മറക്കാതെ ഓർത്തു വച്ചേക്കുക. ഇവിടെയും ഈ പറയുന്ന 9 സംസ്ഥാനങ്ങളുടെ ഇത് തന്നിട്ടുണ്ട്. പട്യാല, ഈസ്റ്റ് പഞ്ചാബ് സ്റ്റേറ്റ്സ്, ഹൈദരാബാദ്, ജമ്മു കാശ്മീർ, ഇതൊന്ന് പഠിക്കണം കേട്ടോ. അതായത് അന്ന് തിരുവിതാംകൂർ, കൊച്ചി, മധ്യഭാരതം അല്ലെങ്കിൽ തിരുവിതാംകൂർ, കൊച്ചി ഉൾപ്പെട്ടത്, ഇങ്ങനെ പഠിച്ചേക്കുക. തിരുവിതാംകൂർ, കൊച്ചി ഉൾപ്പെട്ടത് ഏത് പാർട്ടിലാണെന്ന് വേണമെങ്കിൽ പഠിക്കുക. കാര്യം നമ്മൾ മലയാളീസ് ആയതുകൊണ്ട്, PSCക്ക് മലയാളം ഇഷ്ടമായതുകൊണ്ട്, കേരളം ഇഷ്ടമായതുകൊണ്ട് തിരുവിതാംകൂർ, കൊച്ചി വേണമെങ്കിൽ ചോദിക്കാം. പാർട്ട് ബിയിലാണ് ഇത് ഉൾപ്പെടുത്തിയിരുന്നതെന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ പാർട്ട് ബിയിൽ ഉൾപ്പെടുത്തിയിരുന്നതായിരുന്നു ഏത്? നമ്മുടെ തിരുവിതാംകൂർ, കൊച്ചി എന്ന് അല്ലെങ്കിൽ തിരുക്കൊച്ചി എന്ന് ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ് പാർട്ട് സി ആണ്. പാർട്ട് സി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ മുൻ ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യകളും പഴയ നാട്ടുരാജ്യങ്ങളും. അതായത് ഒരു ചീഫ് കമ്മീഷണറാണ് ഈ സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്നത്. ഒരു ചീഫ് കമ്മീഷണറാണ് ഈ സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് ചീഫ് കമ്മീഷണറെ നിയമിച്ചിരുന്നത് ആരാണ്? ഇന്ത്യൻ രാഷ്ട്രപതിയാണെന്ന് ഒന്ന് ഓർത്തു വെച്ചിരുന്നാൽ മതി. പിന്നെ താഴെ കൊടുത്തിരിക്കുന്ന ഈ സംസ്ഥാനങ്ങൾ പഠിക്കണമെന്നില്ല. കാര്യം നമുക്ക് പഠിക്കേണ്ടത് ബി ആണ്. കാരണം തിരുവിതാംകൂർ, കൊച്ചി ഉൾപ്പെടുന്നത് ബിയിലാണ്. ഓക്കെ, ഇനി പാർട്ട് ഡി, 4ാമത്തെ പാർട്ടും അവസാനത്തെ പാർട്ടുമായ പാർട്ട് ഡി. കേന്ദ്ര സർക്കാർ നിയമിച്ച ഒരു ലഫ്റ്റനൻറ്റ് ഗവർണറാണ് ഭരിച്ചിരുന്നത്. അതായത് ഇന്നത്തെ യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഇന്ത്യ എന്ന കൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ മാത്രമാണ് ഭാഗം ഡിയിൽ ഉണ്ടായിരുന്നത്. ഈ ഒരു പോയിന്റ് ഓർത്തു വെച്ചേക്കുക. അപ്പോൾ പണ്ട് ഭരണഘടന 1950 ഭരണഘടനയിൽ അല്ലെങ്കിൽ 1950 ഈ സ്റ്റേറ്റിനെ 4 പാർട്ടായിട്ട് തരംതിരിച്ചതിൽ ഏത് പാർട്ടിലാണ് തിരുവിതാംകൂർ, കൊച്ചി ഉൾപ്പെടുന്നത്? നല്ലൊരു ചോദ്യമാണ്. ഏത് പാർട്ടിലാണ് ആൻഡമാൻ നിക്കോബാർ ഉൾപ്പെടുന്നത്? അല്ലെങ്കിൽ പാർട്ട് 4ൽ എത്ര യൂണിയൻ ടെറിട്ടറീസ് അല്ലെങ്കിൽ എത്ര ദ്വീപുകൾ ഉണ്ടായിരുന്നു ചോദിക്കാം. ആൻഡമാൻ നിക്കോബാർ മാത്രമായിരുന്നു എന്ന് പഠിച്ചു വയ്ക്കുക. ടോട്ടൽ അന്ന് ഈ പറയുന്ന 4 പാർട്ടിലും കൂടി ടോട്ടൽ 29 സംസ്ഥാനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതും നിങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കുക. ടോട്ടലായിട്ട് 29 സംസ്ഥാനങ്ങളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ബേസ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പോയിന്റ് നിങ്ങൾക്കറിയാവുന്നതാണ്. ആന്ധ്ര സംസ്ഥാനം തെലുങ്ക് ഭാഷ സംസാരിക്കാൻ, ഏത് ഭാഷയാണ്? തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്കായി പ്രത്യേക സംസ്ഥാനം എന്ന ആവശ്യം ഉയർന്നു വന്നത് ആദ്യമായി ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്കായി പ്രത്യേക സംസ്ഥാനം എന്ന ആശയവുമായി നിരാഹാരം ആരംഭിച്ച വ്യക്തിയാണ് പോട്ടി ശ്രീരാമുലു അല്ലെങ്കിൽ പോറ്റി ശ്രീരാമുലു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പഠിക്കാം. പല PSC ചോദ്യപേപ്പറിലും ചിലപ്പം പോറ്റിന്ന് ചോദിക്കും, ചിലപ്പം പോട്ടിന്ന് ചോദിക്കും. അത് PSCയുടെ ഇഷ്ടം എന്നാണ് PSC പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പോറ്റിന്നോ എങ്ങനെ വേണമെങ്കിലും POTTI. ഓക്കെ, പോട്ടി ശ്രീരാമുലു എന്ന പേര് നിങ്ങൾക്കറിയാം. നിങ്ങൾ SCERTലെല്ലാം പഠിച്ചു കാണും. ഇത് 1952 ഒക്ടോബർ 19 നിരാഹാര സമരം ആരംഭിച്ച അദ്ദേഹം ഡിസംബർ 15 അതേ വർഷം ഡിസംബർ 15 അന്തരിക്കുന്നു. 58
58 ദിവസത്തെ നിരാഹാര സമരത്തിന് ശേഷം അദ്ദേഹം അന്തരിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രക്ഷോഭം ഇന്ത്യയിൽ അത്രത്തോളം വ്യാപിക്കുമ്പോൾ ഇന്ത്യയിലെ ഈ പറയുന്ന ഭരണാധികാരികൾക്ക് മേലൊരു പ്രഷർ ഉണ്ടാവും, ഇല്ലേ? നോർമലി നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ വലിയ കാര്യമായിട്ടൊന്നും കാണുന്നില്ലെങ്കിലും പഴയ സമയത്ത് ഇതൊക്കെ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. കാര്യം ഇവരേക്കെല്ലാം നല്ല പ്രഷർ ഉണ്ടാവും. അപ്പോൾ ഈ പ്രഷർ ഉണ്ടായത് ആന്ധ്രാപ്രദേശ് ആന്ധ്ര എന്ന് പറയുന്നൊരു സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി പോറ്റി ശ്രീരാമുലു 58 ദിവസം 1952 ഒക്ടോബർ 19 തുടങ്ങിയ സമരം ഡിസംബർ 15 അദ്ദേഹത്തിൻ്റെ മരണത്തോടെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെയാണ് അമർജീവി എന്ന് അറിയപ്പെടുന്നത്. അമർജീവി എന്നറിയപ്പെടുന്ന ആരെയാണ്? പോറ്റി ശ്രീരാമുലുവിനെയാണെന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പോൾ ഈ ഒരു പ്രശ്നം അത്യാവശ്യം ഈ പറയുന്ന സർക്കാരിനെ ഒന്ന് പിടിച്ച് കുലുക്കിയിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാമ്പാണ്. 2000 പുറത്തിറങ്ങിയ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാമ്പ്, അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ തപാൽ വകുപ്പ് പുറത്തിറങ്ങിയ ഒരു സ്റ്റാമ്പാണ് പോറ്റി ശ്രീരാമുലു എന്ന പേരിൽ. ഓക്കെ, ഇനി 1953 ഒക്ടോബർ 1 മുതൽ, അപ്പോൾ ഈ ഒരു പ്രശ്നം ഇന്ത്യൻ നേതാക്കളെ എല്ലാം ബാധിച്ചൊരു പ്രശ്നമായിട്ട് മാറി. ഇതൊരു ആഗോളതലത്തിൽ ചർച്ചയായൊരു വിഷയമായിട്ട് മാറിയപ്പോൾ നെഹ്റു ഒരു പുതിയ പ്രഖ്യാപനം കൊണ്ടുവരുന്നു. എന്നാണ്? 1952 ഡിസംബർ 19. അദ്ദേഹം മരിക്കുന്നത് ഡിസംബർ 15 നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോൾ 15 + 4 19, ഈ 4 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ നെഹ്റു പുതിയൊരു ആശയം അല്ലെങ്കിൽ പുതിയൊരു ഉത്തരവുമായി ഇതുമായിട്ട് വരുന്നു. എന്താണ്? അടുത്ത വർഷം ഒക്ടോബർ 1 മുതൽ, അതായത് 1953 ഒക്ടോബർ 1 മുതൽ തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്കായി പുതിയൊരു സംസ്ഥാനം നിലവിൽ വരുമെന്ന് ആര് പ്രഖ്യാപിക്കുന്നു? നെഹ്റു പ്രഖ്യാപിക്കുന്നു. എന്ന് പ്രഖ്യാപിക്കുന്നു? 1952 ഡിസംബർ 19. ഈ 19ൻ്റെ പ്രത്യേകത എന്താ? വലിയ പ്രത്യേകതയൊന്നുമില്ല. അതിന് തൊട്ട് 4 ദിവസം മുമ്പാണ് പോറ്റി ശ്രീരാമുലു മരണപ്പെടുന്നത്. എങ്ങനെ മരണപ്പെടുന്നു? നിരാഹാര സത്യാഗ്രഹം കിടക്കുന്നു. തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി ആന്ധ്ര എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു സംസ്ഥാനം രൂപീകരിക്കണം, തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി ഒരു സംസ്ഥാന രൂപീകരണം വേണം എന്ന കൺസെപ്റ്റ് മുന്നോട്ട് വെച്ച വ്യക്തി. അദ്ദേഹം നിരാഹാര സത്യാഗ്രഹം നടന്ന് 58 ദിവസത്തെ സത്യാഗ്രഹത്തിന് ശേഷം അദ്ദേഹം 1952 ഡിസംബർ 15 അദ്ദേഹം മരിക്കുന്നു. 19 നെഹ്റു പുതിയൊരു പ്രഖ്യാപനം കൊണ്ടുവരുന്നു. 1953 ഒക്ടോബർ 1 മുതൽ തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്കായി പുതിയൊരു സംസ്ഥാനം നിലവിൽ വരുമെന്ന് നെഹ്റു പ്രഖ്യാപിച്ചു. എന്ന് പ്രഖ്യാപിച്ചു? എന്ന് മുതൽ വരുമെന്ന് പ്രഖ്യാപിച്ചു. രണ്ടും ഇവിടുത്തെ പോയിന്റ്സ് ആണ്. അങ്ങനെ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആന്ധ്ര എന്ന പേരിൽ 1953 ഒക്ടോബർ 1 നിലവിൽ വരുന്നു. ഓക്കെ, ഈ ആന്ധ്ര എന്ന് പറയുന്ന സംസ്ഥാനമായി നമ്മുടെ ഫസൽ അലി കമ്മീഷന് ബന്ധമില്ല. ആന്ധ്രാപ്രദേശുമായിട്ട് വരും, പക്ഷേ ഈ ആന്ധ്ര എന്ന സംസ്ഥാനവുമായി, അതായത് 53 ഒക്ടോബർ 1 രൂപീകരിച്ച ആന്ധ്ര സംസ്ഥാനം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് പ്രഷർ വന്നിട്ട് നെഹ്റു പ്രഖ്യാപിച്ച് നിലവിൽ വന്നതാണ്. ഓക്കെ, അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇനി ആന്ധ്രാപ്രദേശ് എന്ന പേരിൽ വന്നതെന്നാ? 1956 നവംബർ 1. ഈ ആന്ധ്രാപ്രദേശ് എന്ന പേരിൽ വന്നപ്പോൾ അതിൽ ഫസൽ അലി കമ്മീഷന് റോളുണ്ട്. അതെന്താണ് നമുക്ക് പഠിക്കാം. പക്ഷേ ആന്ധ്ര എന്ന് പറയുന്ന 1953 ഒക്ടോബർ 1 നിലവിൽ വന്ന ഒക്ടോബർ 1 നിലവിൽ വന്ന ഈ പറയുന്ന ആന്ധ്ര എന്ന സ്റ്റേറ്റുമായി ഈ പറയുന്ന ഫസൽ അലിക്ക് യാതൊരു ബന്ധമില്ല എന്ന് ഓർത്ത് വെച്ചേക്കുക. ആന്ധ്രാപ്രദേശ് എന്ന പേരിലേക്ക് ആക്കുമ്പോൾ അല്ലെങ്കിൽ 1956 നിലവിൽ വരുന്ന സ്റ്റേറ്റായിട്ട് വരുമ്പോഴാണ് ഇതിൽ ഫസൽ അലി കമ്മീഷന് അല്ലെങ്കിൽ ഫസൽ അലിക്ക് ഇതിനകത്ത് നേരിട്ടൊരു റോള് വരുന്നത്. ആ ഒരു പോയിന്റ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനിയാണ് നമ്മുടെ LD പരീക്ഷയ്ക്ക് PSC ചോദിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. ഈ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലി, അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് കമ്മീഷൻ അറിയപ്പെടുന്നത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അല്ലെങ്കിൽ ഫസൽ അലി കമ്മീഷൻ. ഈ കമ്മീഷനിൽ അംഗമായിട്ടുള്ള വ്യക്തികൾ KM പണിക്കർ, നമ്മുടെ സർദാർ KM പണിക്കർ ഇതിനകത്ത് അംഗമാണ്. മലയാളി സാന്നിധ്യമുണ്ട്.
എച്ച് എൻ കുൻസ്രു. ഇപ്പോൾ ഈ കെ എം പണിക്കറിന് പകരം പലർക്കും കൺഫ്യൂഷൻ വരുന്നതാണ്. കെ എം പണിക്കറിന് പകരം എന്താ വി പി മേനോനും കൂടി ഇട്ട് കഴിഞ്ഞാൽ ചിലർക്ക് കൺഫ്യൂഷൻ ആവും. വി പി മേനോനും കൂടി ഇട്ട് കഴിഞ്ഞാൽ ചിലർക്ക് അദ്ദേഹം മലയാളിയാണ്, അപ്പോൾ പലർക്കും ഉണ്ടാകുന്നൊരു കൺഫ്യൂഷനാണ്. നിങ്ങൾ ഈ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാക്കേണ്ട ഒരു ആവശ്യവുമില്ല. എന്താണ് ഇവിടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ കണക്ട് ചെയ്യാം. എങ്ങനെ? കെ എം പണിക്കർ, അതായത് കെ എം പണിക്കർ. ഈ കെ എം പണിക്കറിനകത്ത് നമുക്കൊരു കേരളം എന്ന് കണ്ടുകൂടെ? കേരളം, കെ എം, കേരളം പണിക്കർ എന്ന രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്താൽ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകരിക്കാൻ കാരണമായ കമ്മീഷൻ, അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ കാരണമായ കമ്മീഷനാണ് ഈ ഫസൽ അലി കമ്മീഷൻ എന്ന് പറയുന്നത്. ആ കമ്മീഷനകത്ത് വി പി മേനോൻ വരേണ്ട ആവശ്യമില്ല. അതിനകത്ത് കേരളം, കെ എം പണിക്കർ എന്ന ഒരു കൺസെപ്റ്റിൽ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ആ ഒരു കണക്ഷൻ നിങ്ങൾ കൊണ്ടുവരണം. പിന്നുള്ളത് ആരാ? എച്ച് എൻ കുൻസ്രു ആണ്. ഇനി കമ്മീഷനെ നിയോഗിച്ചത് 1953 ഡിസംബർ 29. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആന്ധ്ര എന്ന പേരിലുള്ള സംസ്ഥാനവുമായി ഫസൽ അലി കമ്മീഷന് യാതൊരു ബന്ധവുമില്ല. കാര്യം ആന്ധ്ര എന്ന് പറയുന്ന സംസ്ഥാനം 1953 ഒക്ടോബർ 1 നിലവിൽ വരുന്നു. 1953 ഒക്ടോബർ 1 നിലവിൽ വരുന്നു. ഇത് 1952 ഡിസംബർ 19 ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിച്ചാണ് നിലവിൽ വരുന്നത്. അപ്പോൾ പക്ഷേ ഫസൽ അലി കമ്മീഷൻ വരുന്ന എന്നാ 53 ഡിസംബർ 29. അപ്പോൾ ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. പക്ഷേ ഈ ഫസൽ അലി കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരമാണ് ഇന്ത്യയിൽ സംസ്ഥാന പുനഃസംഘടന നടക്കുന്നത്. ആ പുനഃസംഘടനയിൽ വെച്ചിട്ടാണ് നമ്മുടെ കേരളവും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശൊക്കെ രൂപീകരിക്കുന്നത്. അപ്പോൾ ആ വരുന്ന ആന്ധ്രാപ്രദേശിനും അല്ലെങ്കിൽ കേരളത്തിനുമൊക്കെ ഫസൽ അലി കമ്മീഷന് റോളുണ്ടെന്ന് പഠിക്കുക. ഓക്കെ, ഇനി ഇത് റിപ്പോർട്ട് അവതരിപ്പിച്ചത് 2 വർഷം കഴിഞ്ഞിട്ടാണ് റിപ്പോർട്ട് അവതരിപ്പിച്ചത്. അപ്പം ഗഹനമായി തന്നെ ഇതിനെ പഠിച്ചു നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. 55 ഒക്ടോബറിലാണ് ഈ ഒരു കമ്മീഷൻ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. SRT റിപ്പോർട്ട് എന്നാണ് ഇതിൻ്റെ ഔദ്യോഗികമായിട്ട് പറയുന്നത്. അപ്പോൾ എന്താണ് SRT റിപ്പോർട്ട് എന്നാണ് ഇതിനെ ഒഫീഷ്യലായിട്ട് അറിയപ്പെടുന്നത്. അങ്ങനെ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസ്സാകുന്നു 56 ഓഗസ്റ്റ് 31. ഈ ഡേറ്റും പഠിച്ചു വെച്ചോ. 56 ഓഗസ്റ്റ് 31 സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസ്സാവുന്നത്. സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസ്സാവുന്നത് 1956 ഓഗസ്റ്റ് 31 പഠിച്ചു വെച്ചോ. ഉറപ്പായിട്ടും ചോദിക്കും പാസ്സായത്. അപ്പോൾ മറ്റൊരു പോയിൻ്റാണ്, കമ്മീഷൻ ഉദ്യമങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചത് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ഗോവിന്ദ് വല്ലഭ് പന്തായിരുന്നു. അപ്പോൾ ഈ പറയുന്ന ഫസൽ അലിയുടെ കൂടെ ക്രിക്കറ്റ് കളിക്കാമെന്നും പറഞ്ഞൊരു പന്തും കൊണ്ട് ഒരാൾ നടപ്പുണ്ടായിരുന്നു എന്ന് പഠിച്ചാൽ മതി. ഒരു പന്തും കൊണ്ട് ഒരാൾ നടപ്പുണ്ടായിരുന്നു. അതാണ് പണ്ഡിറ്റ് ഗോവിന്ദ് വല്ലഭ് പന്ത്. ഓക്കെ, ഇതിനെല്ലാം മേൽനോട്ടം വഹിക്കുന്ന അദ്ദേഹമായിരുന്നു. ഇനി ഫസൽ അലി കമ്മീഷൻ്റെ ചില ശിപാർശകൾ ഉണ്ടായിരുന്നു. ഫസൽ അലി കമ്മീഷൻ്റെ ചില ശിപാർശകൾ, ആ ശിപാർശകളും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇത് കവറാവും. എന്താണ് ശിപാർശകൾ? സംസ്ഥാനങ്ങളിലെ ABC സമ്പ്രദായം നിർത്തലാക്കുന്നു. ഈ ABC സമ്പ്രദായം നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, 4 കാറ്റഗറി ആയിട്ട് ഇതിനെ തിരിച്ചു. ആ 4 കാറ്റഗറിയിലും വിവിധ സംസ്ഥാനങ്ങൾ പെടുന്നു. അതിൽ B കാറ്റഗറിയിൽ തിരുവിതാംകൂർ, കൊച്ചി ഉൾപ്പെടുന്നു. അതിൽ D കാറ്റഗറിയിൽ ആൻഡമാൻ നിക്കോബാർ വരുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ABCD എന്നും പറഞ്ഞ കാറ്റഗറി വെച്ചിട്ടാണോ ചെയ്യേണ്ടത്? അല്ല. അപ്പോൾ അതെടുത്ത് കളഞ്ഞോളാൻ നമ്മുടെ ഫസലണ്ണൻ പറയുന്നു. അതെടുത്ത് കളഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല എന്ന് ഫസലണ്ണൻ പറയുന്നു. രാജപ്രമുഖ നാട്ടുരാജ്യങ്ങളും നിർത്തലാക്കുന്നു. രാജപ്രമുഖം വേണ്ട, നാട്ടുരാജ്യങ്ങളും വേണ്ട. ഇനി സംസ്ഥാനം എന്ന രീതിയിൽ വരാൻ പോകുന്നു. CD ഗ്രൂപ്പ് സംസ്ഥാനങ്ങളെ നിലവിലുള്ള സംസ്ഥാനങ്ങളിലേക്ക് ലയിപ്പിക്കും. CD ഗ്രൂപ്പ് സംസ്ഥാനങ്ങളെ നിലവിലുള്ള സംസ്ഥാനങ്ങളിലേക്ക് ലയിപ്പിക്കുന്നു. AB ഗ്രൂപ്പുകൾ വേണ്ട. ABCD എന്ന പേരിൽ ഗ്രൂപ്പുകളെ വേണ്ട. ഇതിൽ നിലവിൽ CD എന്ന ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളെ നിലവിലുള്ള സംസ്ഥാനങ്ങളുമായി അങ്ങ് യോജിപ്പിക്കുന്നു അല്ലെങ്കിൽ ലയിപ്പിക്കുന്നു. അങ്ങനെ വിവിധ വിഭാഗങ്ങളിലുള്ള 27 സംസ്ഥാനങ്ങളെ 16 സംസ്ഥാനങ്ങളിലേക്കും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കും പുനഃസംഘടിപ്പിക്കാൻ ഇത് നിർദ്ദേശിക്കുന്നു. അപ്പോൾ
PSC ചോദിക്കുമോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല. കാരണം എന്ന് പറഞ്ഞാൽ എന്താ, ഇതൊരു 16 സംസ്ഥാനങ്ങൾ, അതായത് 27 സംസ്ഥാനങ്ങളുണ്ടായിരുന്നല്ലോ. ആ 27 സംസ്ഥാനങ്ങളെ ചുരുക്കിയിട്ട് അതിൽ 16 സംസ്ഥാനങ്ങൾ, അതിലെന്താണ് 16 സംസ്ഥാനങ്ങൾ, 16 സ്റ്റേറ്റ്സ് ആയിട്ടും 3 UTI ആയിട്ടും, യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഇന്ത്യ ആയിട്ടും ഈ 27 സംസ്ഥാനങ്ങളെ മാറ്റുക എന്നതാണ് ഫസൽ അലി കമ്മീഷൻ ശുപാർശ വെച്ചത്. പക്ഷേ അവിടെ വരുന്ന കുറേ പ്രശ്നങ്ങൾ മുന്നിൽ കണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഈ ശുപാർശകൾ ഇവർ എന്ത് ചെയ്യുന്നില്ല, പരിഗണിക്കുന്നില്ല സർക്കാർ. പകരം ആ ശുപാർശകളിൽ ചില പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ട് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വരുന്നു. ഇത് PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. 14+6, 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്ന വഴിയാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഫസൽ അലി കമ്മീഷനിൽ നിന്നും ഇങ്ങോട്ട് പഠിച്ച ഒരു പോയിൻറ്റും വിടാതെ പഠിച്ചാൽ നാളെ ഏതൊരു പരീക്ഷയ്ക്കും നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചാൽ ഈസിയായിട്ട് എഴുതാൻ പറ്റും. ഇനി ഇതിൽ ചെറിയ ചില പോയിന്റുകളോടുണ്ട്. അതായത് കമ്മീഷൻ റിപ്പോർട്ടിൽ മുന്നോട്ട് വെച്ച സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയിൽ കണക്കെടുക്കേണ്ട ചില 4 ഘടകങ്ങൾ ഇവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന്, ഭാഷാപരവും സാംസ്കാരികമായ ഏകത. അതായത് ഇവർ പറയുന്നത് എന്താ, ഭാഷയുടെ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങൾ വിഭജിച്ചോ, പ്രശ്നമില്ല, ഭാഷയുടെ അടിസ്ഥാനത്തിൽ വിഭജിച്ചോളൂ. രാജ്യത്തിൻ്റെ ഐക്യവും സുരക്ഷയും സംരക്ഷിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുക. രാജ്യത്തിൻ്റെ ഐക്യവും സുരക്ഷയും സംരക്ഷിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണം. ഇങ്ങനെ ഒരു രൂപീകരണമുണ്ടായാൽ സാമ്പത്തികവും ഭരണപരവുമായ പരിഗണനകൾ നൽകണം. ഇങ്ങനെ ഒരു സംസ്ഥാനങ്ങൾ ഇങ്ങനെ വരുമ്പോൾ അതിന് സാമ്പത്തികവും ഭരണപരവുമായ പരിഗണനകൾ നൽകണം. ഓരോ സംസ്ഥാനങ്ങളിലെയും ജനങ്ങളുടെയും രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ക്ഷേമത്തിൻ്റെയും ആസൂത്രണവും ഉന്നമനവും ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങളെല്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. ഇതൊന്നും 10th ലെവലിലൊന്നും ചോദിക്കാൻ വലിയ സാധ്യതയില്ല, ജസ്റ്റ് പറഞ്ഞു വെച്ചെന്നേ ഉള്ളൂ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു എത്ര സംസ്ഥാനങ്ങളായിരുന്നു നിലവിൽ വന്നേ. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ വന്നിട്ടുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ആന്ധ്രാപ്രദേശ്, അസം, ബീഹാർ. ജമ്മു കാശ്മീർ, കേരള. ഏതാണ്? ജമ്മു കാശ്മീർ, കേരള. പിന്നെ മധ്യപ്രദേശ്, പിന്നുള്ളത് നിലവിലുള്ളത് ഒറീസ, പഞ്ചാബ്, രാജസ്ഥാൻ, പിന്നുള്ളത് ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ. അപ്പോൾ ഇത്രയും സംസ്ഥാനങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചിലപ്പോൾ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ പോലും നമ്മൾ പെട്ടെന്ന് ചിന്തിക്കാത്ത മൈസൂർ അതേപോലെ ബോംബെ, ഇത് രണ്ടും എന്താണ്, സംസ്ഥാനം എന്ന പേരിലാണ് വന്നത്. അന്ന് ഈ പറയുന്ന പോലെ മഹാരാഷ്ട്ര എന്ന് പറയുന്ന പേരിലല്ല, ബോംബെ എന്ന പേരിലും മൈസൂർ എന്ന് പറയുന്ന പേരിലും, കർണാടക എന്ന പേരിലല്ല, മൈസൂർ എന്ന് പറയുന്ന പേരിലുമാണ് ഈ 14 സംസ്ഥാനങ്ങളിൽ 2 എണ്ണം നമ്മൾ എടുത്ത് പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കേരളയുണ്ട്, ജമ്മു ഉണ്ട്, ബീഹാറുണ്ട്, അസമുണ്ട്, ആന്ധ്രാപ്രദേശുണ്ട്, മധ്യപ്രദേശുണ്ട്, ഇനി മദ്രാസും ഉണ്ട് കേട്ടോ. മദ്രാസ് എന്ന് പറയുന്നത് എന്താ, തമിഴ്നാടിനെ സൂചിപ്പിക്കുന്നു. മൈസൂർ കർണാടകയെ സൂചിപ്പിക്കുന്നു. ബോംബെ മഹാരാഷ്ട്രയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ 3 എണ്ണം ഈ പേരുകളിലാണ് വന്നത്. ഡയറക്റ്റ് നമ്മൾ ഇന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങളുടെ പേരിലല്ല ഇത് വന്നിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യം, ഈ 6 യൂണിയൻ ടെറിട്ടറീസ് നിങ്ങളിത് കണ്ടായിരുന്നോ? ആൻഡമാൻ ഓക്കെ, ഡൽഹി ഓക്കെ. ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ലക്ഷദ്വീപ്, മിനിക്കോയി, അമിൻദീവി ഐലൻഡ്സ്. ലക്ഷദ്വീപ്, മിനിക്കോയി വരുന്നത് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഉള്ളത് മണിപ്പൂർ, ത്രിപുര. അപ്പം മണിപ്പൂറും ത്രിപുരയും നിലവിൽ നമുക്ക് സംസ്ഥാനങ്ങളല്ലേ. ഹിമാചൽ പ്രദേശ് നമുക്ക് സംസ്ഥാനങ്ങളല്ലേ. ഡൽഹി സംസ്ഥാനവുമാണ്, UTIയുമാണ്. അപ്പോൾ ഈ 4 എണ്ണം നിങ്ങളൊന്ന് മാറ്റി പഠിച്ചോണേ. ഇതിനകത്ത് അന്ന് ഉണ്ടായിരുന്നത്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു CD എന്ന് പറയുന്ന കാറ്റഗറി നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ അതിനകത്ത് ഡിയിൽ കിടന്ന ആളാണ് ആര്? നമ്മുടെ ആൻഡമാൻ നിക്കോബാർ. ഓക്കെ, ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അന്ന് നിലവിൽ വന്നപ്പോൾ ഹിമാചൽ പ്രദേശും മണിപ്പൂരും ത്രിപുരയും ഏത് പേരിലായിരുന്നു? യൂണിയൻ ടെറിട്ടറീസിൻ്റെ പേരിലായിരുന്നു നിലവിൽ വന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക,
ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഈ പറയുന്ന സംസ്ഥാന രൂപീകരണം, വർഷങ്ങൾ, തീയതികൾ കൃത്യമായിട്ട് എല്ലാം പഠിച്ചു വയ്ക്കുക. അതിൽ നിന്നും ഇപ്പോൾ PSC ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് PDF നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ കയറിയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ അതിൽ കയറിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സംസ്ഥാന പുനഃസംഘടന എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് PDF കിട്ടും. അപ്പോൾ ഇത്രയും കണ്ടൻറ്റ് മാത്രമല്ല, ഈ സംസ്ഥാനങ്ങൾ രൂപീകരിച്ച തീയതി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജമ്മു കാശ്മീർ വിഭജന ബില്ല് തുടങ്ങിയ ഫാക്റ്റുകളും കൂടി ആഡ് ചെയ്തൊരു PDF ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൂടെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ അങ്ങ് ക്ലിയർ ആവും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.